വാഹനങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുമതി ആരാണ് നൽകേണ്ടത്? അതെങ്ങനെയാണ് ആ അനുമതി തേടേണ്ടത്? അല്ലെങ്കിൽ എന്താണ് അതിന് വരുന്ന ചെലവ്? ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഈ സ്വകാര്യ വാഹനങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ ഒരു സ്ഥലത്തും എങ്ങും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം സ്വകാര്യ വാഹനങ്ങളിൽ പരസ്യം പ്രദർശിപ്പിക്കുന്നത് അനുവദനീയമല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. എന്നാൽ ഒരു ചരക്ക് വാഹനത്തിലോ അല്ലെങ്കിൽ വാടകയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്ന യാത്രാ വാഹനങ്ങളിലോ പരസ്യം പ്രദർശിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മുടെ ഈ കേരള മോട്ടോർ വാഹന ചട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൻ്റെ മുൻപിലോ പുറകിലോ അല്ലെങ്കിൽ വശങ്ങളിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാം. എന്നാൽ ആ പരസ്യങ്ങൾക്ക് അതിൻ്റെ അളവനുസരിച്ച് ഫീസ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പിലേക്ക് അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ പരസ്യം കാണുന്നത് അധികവും ചരക്ക് വാഹനങ്ങളിലായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സ് അത് വിൽപ്പന നടത്തുന്ന ആ കമ്പനിയുടെ പരസ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രാലയത്തിൻ്റെയോ ഏത് തരത്തിലുള്ള ഒരു പരസ്യവും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. ഞാൻ ഇതിനു മുമ്പും ഈ പരസ്യം പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ 1-2 വർഷം മുമ്പാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ റേറ്റിലും അതിൻ്റെ ആ സമയക്രമത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതായത് ഇപ്പോൾ പരസ്യങ്ങൾ 2 തരത്തിൽ പ്രദർശിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആ ഒരു നിഗമനം. അതായത് വാഹനത്തിൻ്റെ മുൻപിലോ പുറകിലോ അല്ലെങ്കിൽ വശങ്ങളിലോ പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് ആ പരസ്യം പ്രദർശിപ്പിക്കാം. അത് എഴുതുന്ന തരത്തിലുള്ള പരസ്യമാകാം. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലെക്സ് പോലുള്ള അല്ലെങ്കിൽ സ്റ്റിക്കർ സംവിധാനം വഴി ആ രീതിയിലുള്ള പരസ്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ്, അതായത് LED ലൈറ്റുകളോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. ചെറിയ ചരക്ക് വാഹനങ്ങളിലെല്ലാം ഈ പറയുന്ന സ്ക്രോളിംഗ് പരസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് രണ്ടിനും 2 റേറ്റാണ് ഉള്ളത്. വാഹനങ്ങളുടെ വശങ്ങളിൽ എഴുതി പ്രദർശിപ്പിക്കുന്ന പരസ്യത്തിന് അത് 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന അത്രയും ഏരിയയ്ക്ക് ഒരു മാസത്തേക്ക് 5 രൂപ ആണ് ഈ പരസ്യം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഫീസ്. അതേസമയം ഇലക്ട്രോണിക് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഡിജിറ്റലി സ്ക്രോളിംഗ് ടൈപ്പ് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഈ 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ സൈസിലുള്ള ആ ഒരു സ്ക്വയർ, അത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ആ ഏരിയയ്ക്ക് 10 രൂപയാണ് ഒരു മാസത്തേക്കുള്ള ഈ പരസ്യത്തിനുള്ള ഫീസ്. അപ്പോൾ പരസ്യം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി RTO ഓഫീസിൽ സമീപിച്ച് RTOയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ, സാധാരണ വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയും RTOയുടെ അനുമതി ലഭിച്ചതിന് ശേഷം ഈ പരസ്യം എഴുതി ആ വാഹനവുമായിട്ട് RTO ഓഫീസിലെത്തുക. RTO ഓഫീസ് ഉദ്യോഗസ്ഥർ ഈ പരസ്യത്തിൻ്റെ ഏരിയ എത്രയുണ്ട് എന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇതിന് അടയ്ക്കേണ്ട ഫീസ് അവർ നിർദ്ദേശിക്കും. ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ പരസ്യത്തിനുള്ള ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ പരസ്യത്തിനുള്ള അനുമതി RTO നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പരസ്യം ഈ ഒരു മാസത്തേക്കുള്ള ഈ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നത് 1 വർഷം വരെ നീളുന്ന ഒരു കാല അവധിക്കാണ് ഈ പരസ്യം പ്രദർശിപ്പിക്കാനുള്ള അനുമതി ലഭിക്കുക. പിന്നീട് 1 വർഷം കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്ത് അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് എന്നുള്ള രീതിയിൽ പരസ്യം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ്.